ഹായ്. അപ്പോൾ നമ്മളിന്ന് അന്ന് പറഞ്ഞ് നിർത്തിയതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. പ്രോജക്റ്റ് ടൈഗറാണ് നമ്മുടെ പാഠം. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവർ ആദ്യത്തെ ഭാഗം കണ്ട ശേഷം ഇത് കാണുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കഥയിലേക്ക് പോവാം. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. അതായത് ഈ സീനിനെ പറ്റി ആലോചിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഇതിങ്ങനെ ഷൂട്ട് ചെയ്തേ പറ്റൂ എന്ന് തന്നെ ആയിരിക്കും സത്യജിത്ത് റേന്. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. പക്ഷേ എന്താ പറയുക, ഈ എന്താ പറയുക, പുലിയെ എവിടെ നിന്നാണ് കിട്ടാനെന്ന് ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ദ ഒബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വിയർ ലൈക്ലി ടു ഹാവ് എ ട്രെയിൻഡ് ആനിമൽസ്. അപ്പം എന്തായാലും നമ്മൾ സർക്കസിൽ പോയി അന്വേഷിക്കേണ്ടി വരും. കാരണം അവിടെയാണല്ലോ ട്രെയിനഡ് ആയിട്ടുള്ള ആനിമൽസൊക്കെ ഉണ്ടാവുക. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, one called ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. അതായത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്താ പറയുക, ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഭാരത് സർക്കസ് എന്നൊരു ടീം കൽക്കട്ടയിലുണ്ട്. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയറിൽ അവരുടെ ഷോ നടക്കുന്നുണ്ട്. He sent someone to make an appointment with its Tamil manager and then went to meet him one morning. അതായത് നമ്മളെന്താക്കി, ഒരാളെ അയച്ച് സർക്കസിലേക്ക് അവിടെയുള്ള തമിഴ് മാനേജറുമായിട്ട് സംസാരിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അയച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഇവരെന്താക്കി, അവിടെ ചെന്നു. ഹീ ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അയാൾ എന്താ പറയുക, നല്ലപോലെ അവരെ ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തി അവർക്ക് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ ഓർഡർ കൊടുത്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ് ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. അതായത് നമ്മുടെ ആവശ്യം എന്താന്ന് മാനേജർ ചോദിച്ചു. എന്താ നിങ്ങൾക്ക് ആവശ്യം, എന്താ ഇങ്ങനെ വന്നേ? അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കൊരു സീനിന് വേണ്ടിയിട്ട് പുലി ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവരുടെ ആവശ്യം പറഞ്ഞപ്പോൾ മാനേജർ എന്താക്കി, അവിടെ ഉണ്ടായിരുന്ന മിസ്റ്റർ തൊറാട്ട് എന്ന ഒരാളെ വിളിപ്പിച്ചു. ഹീ ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അദ്ദേഹം ഒരു റിംഗ് മാസ്റ്ററാണ്. ആര്? ഈ തൊറാട്ട് എന്ന് പറയുന്ന റിംഗ് മാസ്റ്ററാണ്. റിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെയൊക്കെ എന്താ പറയുക, ട്രെയിൻ ചെയ്യുന്ന ആളാണ് ഈ റിംഗ് മാസ്റ്റർ. ഓക്കെ. ഹീ ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽറ്റ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. എന്താ പറയുക, അദ്ദേഹം ഒരു റിംഗ് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ഇങ്ങനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. എന്താ പറയുക, നല്ല ഫിറ്റ് ആയിട്ടുള്ള, വെൽ ബിൽറ്റ്, അതായത് നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡിയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എവിടെയൊക്കെ അദ്ദേഹത്തെ കാണാൻ ഒരു നേപ്പാളി ലുക്ക് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും അദ്ദേഹം എവിടെയൊക്കെ ഒരു നേപ്പാളി ലുക്ക് ഉണ്ടായിരുന്നു. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. എന്താ പറയുക, ഒരു 40ൻ്റെ മുകളിൽ പോയില്ല, ഒരു എന്താ പറയുക 40ൻ്റെ ഉള്ളിൽ വയസ്സുള്ള ഒരു ആളാണ് ആര്? ഈ തൊറാട്ട്. ഓക്കെ. ഹീ ഷോഡ് അസ് എൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോറാം വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അപ്പോൾ അദ്ദേഹം എന്താക്കി, ഈ തൊറാട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആമിലുള്ള ഒരു എന്താ പറയുക, പഴയ ഒരു സ്കാറ് കാണിച്ചു കൊടുത്തു. അതെന്ന് വെച്ചാൽ ഈ ടൈഗർ കാരണം ഉണ്ടായ ഒരു സ്കാറാണ്. ഓക്കെ. വി ടോൾഡ് ഹിം വാട്ട് ഹി വാണ്ടഡ്. നമുക്ക് എന്താ വേണ്ടതെന്ന് ഈ തൊറാട്ടിനോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബീർഭൂം. അപ്പം എന്താ പറയുക, ഷിയൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കുന്നത്? ഷിയൂരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, ബീർഭൂം എന്ന സ്ഥലത്തുള്ള ഷിയൂരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഓക്കെ. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബൂ ഗ്രോവ്. All the animals was required to do was come out of the bamboo grove into an open space, pace gently for a while. അതായത് വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ തിക്ക് ബാംബൂ ഗ്രൂവ്. അതായത് ഇവർക്ക് ടൈഗറിനെ ഒരു തിക്കായിട്ടുള്ള ബാംബൂ ഗ്രൂവിൽ ഇങ്ങനെ കാണിക്കണം. ഈ ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബൂ ഗ്രൂവ്. അപ്പോൾ ഈ പുലി ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാംബൂ ഗ്രൂവിൽ നിന്ന് പുറത്തേക്ക് വരാം. ഓക്കെ. ആൻഡ് ബാംബൂ ഗ്രൂവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസിലേക്ക് വരാം. പേസ് ജെൻലി ഫോർ എ വൈൽ, അതായത് മെല്ലെ ഇങ്ങനെ നടക്കുക. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. ഓക്കെ. പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കുക. ആൻഡ് ദെൻ ഗോ ബാക്ക്. എന്നിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു പോവാം. ഇതാണ് ആകെ ഈ ടൈഗറിന് ചെയ്യാനുള്ളത്. എന്തെന്നാൽ ഈ ബാംബൂ ഗ്രൂവിലാണ്, അതായത് ബാംബൂ ഗ്രൂവ് എന്ന് വെച്ചാൽ മുളങ്കാട്, അവിടെയാണ് ഈ ടൈഗറിനെ കാണിക്കേണ്ടത്. ഓക്കെ. ഈ ടൈഗർ ആകെ ചെയ്യേണ്ട കാര്യം എന്തെന്നാന്ന് വെച്ചാൽ ടൈഗർ മെല്ലെ
ടൈഗർ എന്താ പറയുക ബാംബു ഗ്രോവിൽ നിന്ന് പുറത്ത് വരാം. എന്നിട്ട് എന്താ മെല്ലെ നടക്കുക, പറ്റുമെങ്കിൽ ഒന്ന് ക്യാമറ നോക്കുക. അതാ ഈ ടൈഗർ ചെയ്യാനുള്ളൂ. ഓക്കെ, കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? അപ്പോൾ ഈ എന്താ പറയുക ഭാരത് സർക്കസിലുള്ള ടൈഗറിന് ഇത് ചെയ്യാൻ പറ്റുമോ? ആസ്ക്ഡ് ദ മാനേജർ. അപ്പോൾ ഈ എന്താ പറയുക ഇവരെന്താക്കി, അല്ല ആസ്ക്ഡ് മാനേജർ അല്ല, മിസ്റ്റർ തൊറാട്ട് നോട്ടഡ്. ഓക്കെ, കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? അപ്പോൾ ഈ എന്താ പറയുക സത്യജിത്ത് റേ ചോദിക്കുവാണ്, നിങ്ങളെ സർക്കസിലുള്ള പുലിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മിസ്റ്റർ തൊറാട്ട് എന്താക്കി, തലയാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? അപ്പോൾ ആസ്ക്ഡ് ദ മാനേജർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര സമയത്തേക്കാണ് ഈ പുലിയെ വേണ്ടത്? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിങ്ങിനായിട്ട് കുറച്ച് മണിക്കൂറുകളെ വേണ്ടു എന്ന് ആര് പറഞ്ഞു? സത്യജിത് റേ പറഞ്ഞു. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ശിവരി. അതായത് പക്ഷെങ്കിൽ ഈ പുലിയെ എന്താ പറയുക ശിവരിയിലേക്ക് എത്തിക്കാനും ശിവൂരിൽ നിന്ന് തിരിച്ച് സർക്കസിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് സമയമെടുക്കുമായിരിക്കും. അതും കൂടി നമ്മൾ നോക്കണം. വൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദൻ 2 days. അപ്പോൾ 2 ദിവസത്തേക്ക് എല്ലാം കൂട്ടിയിട്ട് 2 ദിവസത്തേക്കാണ് ഈ പുലിയെ ആവശ്യം വരാൻ. ദ മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. അപ്പോൾ മാനേജർ പറഞ്ഞു, ഞാൻ ടൈഗറിനെ അതിൻ്റെ കൂട്ടിലിട്ടിട്ട് ഒരു ലോറിയിലേക്കാം. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അപ്പോൾ എന്താ പറയുക ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് ഈ മാനേജർ ഇവരെ ക്ഷണിച്ചു. ഓക്കെ, ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂപ്പ്? അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക അത്രയും നേരം അടക്കി വെച്ചൊരു സംശയം സത്യജിത് റേ ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ എന്താ പറയുക നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈസിയാണ് ഈ ബാംബു ഗ്രൂവിലേക്ക് ഈ സിംഹത്തെ ഇതിൻ്റെ ഈ കൂട്ടിൽ നിന്ന് തുറന്നു വിടുന്നത്? എന്താ പറയുക സേഫാണോ, അത് ഈസിയാണോ എന്ന് സത്യജിത് റേ ചോദിച്ചു. മിസ്റ്റർ തൊറാട്ട് ഫ്രൗണ്ടഡ്. അതായത് ഈ മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്തു, നെറ്റി ചുളിച്ചു. എന്നിട്ട് ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞു. ഹീ റിപ്ലൈഡ്, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ ഐ റിയലി ഡോണ്ട് നോ. അപ്പോൾ തൊറാട്ട് പറഞ്ഞു, ഞാൻ അവനെ ഇതുവരെ കൂട്ടിൽ നിന്ന് അതിൻ്റെ സ്വയം ഇങ്ങനെ ഇറക്കി വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വാട്ട്? അപ്പോൾ എന്താ പറയുക സത്യജിത്ത് ചോദിക്കുകയാണ്, വാട്ട്, വി ആർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ട്രെയിൻ? അപ്പം ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ എല്ലാം പൊളിയോ എന്ന് ആര് ചോദിക്കുകയാണ്? സത്യജിത്ത് ആലോചിക്കുകയാണ്. ഹൗ കുഡ് വി ലെറ്റ് ടൈഗർ ട്രെയിനർ ടു ബി സീൻ വിത്ത് ദ ആനിമൽ? അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുക, ആ സീനിൽ എങ്ങനെയാണ് ടൈഗറിനെയും ടൈഗറിൻ്റെ എന്താ പറയുക ട്രെയിനറെയും കാണിക്കാൻ നമ്മൾ? ഹൗ കുഡ് ഗൂബി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് ഫിയർ ഇഫ് ദ സപ്പോസ്ലി ഫോർഷ്യസ് ആനിമൽ വാസ് അക്കംപ്ലിഷ്ഡ് ബൈ എ മാൻ? അപ്പോൾ ചോദിക്കുകയാണ്, ഗൂബിയും ബാഗിയും എങ്ങനെയാണ് പേടിച്ച് വിറക്കുക? ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു മൃഗത്തിൻ്റെ കൂടെ ആൾ വരുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പേടി വരിക എന്ന് ചോദിക്കുകയാണ് ആര്? സത്യജിത് റേ. നോ, വി കുഡ് നോ അലൗ ദാറ്റ് ടു ബി ഹാപ്പൻ. അപ്പോൾ ഇതെന്തായാലും സംഭവിക്കാൻ പാടില്ല. ഈ ഗൂബിയും എന്താ പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗൂബിയും ഭാഗ്യയും ഇങ്ങനെ കാട്ടിൽ പേടിച്ച് നിൽക്കുമ്പോൾ ഒരു പുലി വരുന്നു, പുലിൻ്റെ പുറകെ തന്നെ ഒരാൾ വരുമ്പോൾ എന്തായാലും പേടിയാവില്ല, കാരണം കൂടെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് ആര് സത്യജിത് റേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. മിസ്റ്റർ തൊറാട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. എന്താണ്? ഐ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അപ്പോൾ എന്താ പറയുക നമ്മൾ ഒരു വയർ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യാം ടൈഗറിൻ്റെ നെക്കിലേക്ക്. അത് എന്താ പറയുക നേരിയതായിരിക്കും, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നാണ് മിസ്റ്റർ തൊറാട്ട് പറഞ്ഞത്. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. പക്ഷേങ്കിൽ ഈ എന്താ പറയാൻ ഈ വയറ് എന്താ പറയുക നേരിയതാണെങ്കിൽ അത് ചിലപ്പോൾ ക്യാമറയ്ക്ക് ഇൻവിസിബിൾ ആയിരിക്കും. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ. പക്ഷേങ്കിൽ എന്താ പറയുക ഈ വയറ് കാരണം ടൈഗറിൻ്റെ കഴുത്തിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കൂലേ, താഴ്ന്നു നിൽക്കൂലേ എന്നിങ്ങനെ ആലോചിച്ചു. ഓക്കെ, വിച്ച് വുഡ് ഗിവ് ദ വോൾ തിങ് എവേ. എന്താ പറയുക ആ ഒരു എന്താ പറയുക എല്ലാം പോകും. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് എന്താ പറയുക ടൈഗർ സ്കിൻ, ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. അപ്പോൾ എന്താ പറയാൻ ഇവർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ടൈഗർ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോളർ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ നെക്കിൽ. എന്നിട്ട് ആ വയർ അതിലേക്ക് ഫിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഇതാക്കിയ ടൈഗറിൻ്റെ നെക്കിലേക്ക് ഫിക്സ് ചെയ്താൽ പോരെയെന്ന് ആര് ചോദിക്കുകയാണ്? ഇവർ ചോദിക്കുകയാണ്. ആര്? സത്യജിത് റേ അങ്ങോട്ട് ചോദിക്കുവാണ്. ഓക്കെ, മനസ്സിലായിക്കോ? എന്താണെന്ന് വെച്ചാൽ ഈ വയറ് എന്താ പറയുക വയറ് മാത്രമായിട്ട് കഴുത്തിലുള്ളതാണെങ്കിൽ അത് ഓഡിയൻസിന് വേഗം തിരിയൂലേ, എന്ത് കഴുത്തിലൊരു പട്ടയുണ്ടല്ലോ, അങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പോൾ ഇവരെന്താക്കും, ടൈഗർ സ്കിന്നിൽ തന്നെ ഉള്ള ഒരു കോളർ കഴുത്തിൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യും, ഈ വയറ് കുടുക്കിയിടും. അന്നേരം എന്ത് ചെയ്യും, മനസ്സിലാവില്ലല്ലോ എന്ന് സത്യജിത് റേ ചോദിച്ചു. ഓക്കെ, ഇൻ എ വില്ലേജ് കോൾഡ് Notungram, we found a suitable bamboo grove to fill the first meeting between Gooby and Baga. അപ്പോൾ എന്താ പറയുക, അവർ നോട്ടുൻഗ്രാം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ബാംബു ഗ്രൂവ് കണ്ടെത്തി. ഈ ഗൂബിയും ബാഗയും കണ്ടുമുട്ടുന്നതായിട്ടുള്ള ഇതും പിന്നെ ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗറിനെ കാണിക്കുന്നതുമായിട്ടുള്ള ബാംബു ഗ്രൂവ് ഇവർ നോട്ടുൻഗ്രാം എന്ന് പറയുന്ന ഒരു വില്ലേജ് കണ്ടെത്തി. ഓക്കെ, മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. മിസ്റ്റർ തൊറാട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈഗറുമായി എത്തി. ദർ വെർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ആ ലൊക്കേഷനിൽ 25ഓളം ആളുകൾ ഉണ്ടായിരുന്നു. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. അപ്പോൾ കുറച്ച് പേര് ഇവരോട് പെർമിഷൻ ചോദിച്ചു. ഞങ്ങൾ സിംഹത്തിനെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ട് ഇവരിങ്ങനെ ചോദിച്ചു, ഞങ്ങൾ വന്നോട്ടേന്ന്. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. എന്താ പറയുക, ആ കൂട് കവേർഡ് ആയിട്ടാണ് ഉണ്ടായത്. ഓക്കെ, ലോറിയിൽ കവേർഡ് ആയിട്ടാണ് ഇതിൻ്റെ കൂട് ഉണ്ടായത്. വെൻ ദ കവേർഡ് വാസ് റിമൂവഡ് വി വെർ സർപ്രൈസ്ഡ് ടു സീ നോട്ട് വൺ ബട്ട് 2 വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗേഴ്സ്. അതായത് അത് തുറന്നപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഒന്നല്ല 2 വെൽ ഫെഡ് ആയിട്ടുള്ള എന്താ പറയുക നല്ല ഉഷാറുള്ള 2 ടൈഗേഴ്സാണ് അതിലുള്ളത്. ഓക്കെ, ഐ ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ്. ഞാനിത് കുറച്ച് സേഫായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്ന് തൊറാട്ട് പറഞ്ഞു. ഇഫ് വൺ ഡസൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് വി ക്യാൻ യൂസ് ദ അതർ. അതായത് നമുക്ക് ഒന്ന് ശരിയായില്ലെങ്കിലും മറ്റൊന്നിനെ വെച്ച് ചെയ്യാമല്ലോ എന്ന് മിസ്റ്റർ തൊറാട്ട് പറഞ്ഞു. ഓക്കെ, വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രൂവ്. അപ്പോൾ ഇവരിങ്ങനെ ട്രൈപോഡിൽ ക്യാമറ ഒക്കെ വെച്ച് ബാംബു ഗ്രൂവ് കാണുന്ന രീതിയിൽ വെച്ചു. ഓക്കെ, ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. അതായത് ഇവരിങ്ങനെ ഓഡിയൻസിനോട് അവിടെ കാണാൻ വന്ന നാട്ടുകാരോടൊക്കെ പറയാണ്, നിങ്ങളൊക്കെ ക്യാമറയുടെ മുന്നിൽ വരാതെ ബാക്കിൽ നിൽക്കുക, അതേപോലെ പറ്റുന്നതും ദൂരത്ത് നിൽക്കുക എന്ന് ആര് പറയാണ്? സത്യജിത് റേയും ആൾക്കാരും ഒക്കെ ഇങ്ങനെ പറയാണ്. We had to stay relatively close to the bamboo grove and Gooby and Baga too. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, ഇവർ ബാംബു ഗ്രൂവിൻ്റെ അടുത്തായിട്ട് തന്നെ നിന്നു, പോയിട്ട് ഗൂബിയുടെയും ബാഗിയുടെ അടുത്തായിട്ട് തന്നെ നിന്നു. ഹാഡ് ടു വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ. ഓക്കെ, അവരുടെ അടുത്തായിട്ട് പിന്നെ ഇതായിട്ടൊക്കെ നിന്നു. ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ദാറ്റ് ഷോഡ് ദം ടുഗദർ വിത്ത് ദ ടൈഗർ. അപ്പോൾ എന്താ പറയാൻ, ഗൂബിയും ബാഗയും ഈ ടൈഗറുള്ള ഒരു ഷോട്ടെങ്കിലും കിട്ടണം എന്നാണ് ആര് പറയുന്നത്? സത്യജിത് റേ പറയുന്നത്. മിസ്റ്റർ തൊറാട്ട്സ് മെൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot iron rod to the ground about 30 feet from area where the tiger was supposed to take a walk. അപ്പോൾ മിസ്റ്റർ തൊറാട്ടിൻ്റെ ആൾക്കാർ കൂടിയിട്ട് ഒരു 5 ഫൂട്ടുള്ള അയൺ റോഡ് എന്ത് ചെയ്തു, ഫിക്സ് ചെയ്തു, ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തു. അബൌട്ട് 30 feet away ഫ്രം ദ ഏരിയ വേർ ദ ടൈഗർ വാസ് സപ്പോസ് ടു walk. അതായത് ഈ എന്താ പറയുക, ടൈഗർ എവിടെയാണോ നിൽക്കേണ്ടത് അവിടുന്ന് 30 feet ഇതായിട്ടാണ് എന്തുള്ളത്, ആ അയൺ റോഡ് വെച്ചിട്ടുള്ളത്. ദേ ടുക്ക് എ തിൻ ലോങ് വയർ ദാറ്റ് ഫിക്സ്ഡ് ദ വൺ എൻഡ് ടു ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വിയറിങ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു എന്താ പറയുക തിന്നായിട്ടുള്ളയും ലോങ് ആയിട്ടുള്ളയും ഒരു എന്താ പറയുക വയറെടുത്തു. അതിൻ്റെ ഒരറ്റം ഉള്ളത് അവരെടുത്തു, ഒരറ്റം അവരുടെ കയ്യിലും മറ്റേ അറ്റം വരുന്നത് ഈ പുലിയുടെ കഴുത്തിലെ ആ ടൈഗർ സ്കിന്നിലുള്ള കോളറുമേലുമായിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ, ആ ടൈഗർ സ്കിന്നിലുള്ള കോളർ ഈ എന്താ പറയുക ടൈഗറിൻ്റെ കഴുത്തിലുണ്ട്. ഓക്കെ, ദ ഡോർ ഓഫ് ദ one of the cages was unfastened and Mr. Thorat called out to the tiger.
അപ്പോൾ ഒരു ഡോറ് ഒരു കേജിൻ്റെ ഡോറ് തുറന്നു. എന്നിട്ട് എന്താക്കി, ഈ സിംഹത്തെ പുലിയെ ടൈഗറിനെ എന്ത് ചെയ്തു, ഇവർ പുറത്തേക്ക് വലിച്ചു. ആര്? മിസ്റ്റർ തൊറാട്ട് പുറത്തേക്ക് വലിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ദ ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. അപ്പം എന്താ പറയുക, അത് ഒരു പ്രാവശ്യം റെസ്പോണ്ട് ചെയ്ത് പുറത്തേക്ക് ചാടി വന്നു. ഓക്കെ, ഓപ്പൺ സ്പേസ് ആയിട്ട് പുറത്തേക്ക് ചാടി വന്നു. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അതെന്താ പറയുക, ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തൊറാട്ട്സ് സ്റ്റാർട്ടഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് ടോൾഡ് us that he was as taken as back ആസ് റെസ്റ്റ് ഓഫ് അസ്. അതായത് ഇവർ നോക്കിയപ്പം മിസ്റ്റർ തൊറാട്ടിനെ നോക്കിയപ്പോൾ അദ്ദേഹം പേടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹെൽപ്ലെസ് ആയിട്ട് എന്താ പറയുക, ബാക്കോട്ടേക്ക്, ഇവരെ പോലെ തന്നെ ബാക്കോട്ടേക്ക് ഈ എന്താ പറയുക മിസ്റ്റർ തൊറാട്ടും പോയിട്ടുണ്ട് പേടിച്ചിട്ടിട്ട്. Instead of walking sedately in a dignified manner, the tiger started prancing around the tremendous enthusiasm. അതായത് ഈ പുറത്തിറക്കിയതിൻ്റെ സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു മെല്ലെ നടക്കേണ്ട ഈ ടൈഗർ എന്ത് ചെയ്തു, അവിടുന്ന് എന്താ പറയുക, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. ഓക്കെ, It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to Tiger's collar in a futile attempt to bring it under control. അപ്പോൾ എന്താ പറയുക, അതിങ്ങനെ ഇറ്റ് ലെഫ്റ്റ്, ഇറ്റ് ജംപ്ഡ്, ഇറ്റ് റോൾ, അതിങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ കളിക്കുന്നുണ്ട്, നിലത്തിങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഈ ട്രെയിനർ, ഈ കഴുത്തിലുള്ള അത് വയറ് പിടിച്ചിട്ടുള്ള ട്രെയിനറേയും ഇതാക്കിയിട്ടാണ് ഈ കളിക്കുന്നത്. എന്ത്, ഈ പുലി തുള്ളിച്ചാടിയൊക്കെ കളിക്കുന്നത്, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കളിക്കുന്നത് ഈ ട്രെയിനറിനെയും ഇതാക്കിയിട്ടാണ്. അദ്ദേഹം അതിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ കളിക്കുന്നതുകൊണ്ട് അയാൾക്കൊന്നും തന്നെ ചെയ്യാൻ ആയില്ല. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പൊട്ടന്മാരെ പോലെ എന്താ പറയുക, സ്ട്രേഞ്ചായിട്ടും എന്താ പറയുക വ്യത്യസ്തരമായിട്ടും എന്താ പറയുക പുതിയതുമായിട്ടുള്ള ഒരു പുതിയ സർക്കസ് നമ്മളിങ്ങനെ കാണുകയാണ് പൊട്ടന്മാരെ പോലെ, അതും ഫ്രീ ആയിട്ട് എന്ന് സത്യജിത് റേ ആലോചിക്കുകയാണ്. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. അപ്പോൾ ക്യാമറ ഇങ്ങനെ 3 കാലിൽ നിൽക്കുന്നുണ്ട്, എന്താ പറയുക ബാംബു ഗ്രൂവ് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ക്യാമറ. പക്ഷേങ്കിൽ ടൈഗറിന് അവിടെ പോയിട്ട് ഇത് ചെയ്യണം എന്നുള്ള വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, once the tiger had calmed down, we managed to take the few shots we needed. അപ്പോൾ ടൈഗർ ഒന്ന് അടങ്ങിയപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ഷോട്ട്സ് ഒക്കെ എടുത്തു. This should have been end of the story. ഇത് ചിലപ്പോൾ ഈ കഥയുടെ അവസാനമായിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൽക്കട്ടയിൽ ചെന്നിട്ട് സീൻസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്യാമറ ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇവർ കൽക്കട്ടയിൽ പോയപ്പോഴാണ് അറിഞ്ഞത്. ദ ഷോർട്സ് വിയർ ടു ഡാർക്ക്. ആ ഷോർട്സൊക്കെ വളരെ ഇരുണ്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. So much that the tiger was merging almost completely the background of the trees and leaves. അപ്പോൾ എന്താ പറയുക, ടൈഗറിനെ കാണുന്ന തന്നെ ഇല്ല, അതിങ്ങനെ മരത്തോടും ഇതുമായിട്ട് ഫുള്ള് ഇരുടായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഈ സത്യജിത് റേ പറയുന്നത്. ഓക്കെ, വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ സീൻസൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും എന്നാണ് എന്താ ഈ സത്യജിത് റേ പറയുന്നത്. ഓക്കെ, we spoke to Mr. Thorat and he agreed to give it another go. എന്താ പറയുക, നമ്മളിങ്ങനെ എന്താ പറയുക തൊറാട്ടിനോട് സംസാരിച്ചു. പക്ഷേങ്കിൽ തൊറാട്ട് പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ ഒന്നുകൂടി ചെയ്യാമെന്ന് തൊറാട്ടും പറഞ്ഞു. He found another bamboo grove closer to Calcutta in a village called Borel. അപ്പോൾ ഇവരെന്താക്കി, വേറൊരു ബാംബു ഗ്രൂവിൽ വെച്ചിട്ടാണ് ഈ സീൻസ് ഷൂട്ട് ചെയ്യാൻ എന്താ പറയുക കൽക്കട്ടയുടെ അടുത്ത് തന്നെ ആയിട്ടുള്ള വേറൊരു ബാംബു ഗ്രൂവിൽ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ആ സ്ഥലത്തിൻ്റെ വില്ലേജിൻ്റെ പേരാണ് ബോറൽ. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ വിത്ത് മിസ്റ്റർ തൊറാട്ട്. അപ്പോൾ ലോറി ഒന്നുകൂടെ വരാണ്. മിസ്റ്റർ തൊറാട്ട് ആൻഡ് ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. അപ്പോൾ ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ടൈഗറുമായിട്ടുള്ള ലോറി വരുന്നത്. ടൈഗറും മിസ്റ്റർ തൊറാട്ട്, പിന്നെ സ്റ്റീൽ വയർ, പിന്നെ സ്പെഷ്യൽ കോളറും അയൺ റോഡും ഒക്കെ ആയിട്ടാണ് ഈ ലോറി വരുന്നത്. And with the lorry came the whole village.
അതായത് അവിടെ എന്താ പറയുക മൊത്തം നാട്ടുകാരും കൂടി ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 ഫീറ്റ്. അപ്പോൾ ഇപ്രാവശ്യം അവർ പറഞ്ഞു നിങ്ങളൊരു 70 അടി ദൂരത്തെങ്കിലും എല്ലാവരും നിൽക്കണമെന്ന് പറഞ്ഞു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ. ആരും തന്നെ ശ്രദ്ധിച്ചില്ല. ടു വാട്ട് ദേ വിയർ ടോൾഡ്. നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് ആരും തന്നെ മൈൻഡാക്കിയില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. അപ്പോൾ എല്ലാവരും കൂടി എങ്ങനെയൊക്കെ ക്യാമറയുടെ ഉള്ളിൽ കയറി നിൽക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരും പോയി നിന്നത്. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. അപ്പോൾ നമുക്ക് നമ്മളെ സമയം എന്താ പറയാൻ ഇതിനായിട്ട് എന്താ പറയുക ആർഗ്യൂ ചെയ്തിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടും തീർക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് മിസ്റ്റർ തൊറാട്ട്. അപ്പോൾ എന്താ പറയാൻ മിസ്റ്റർ തൊറാട്ട് എന്താ പറയുക തൊറാട്ടിനോട് ഇവർ ഇങ്ങനെ പറഞ്ഞു ഓക്കെ സിഗ്നൽ കൊടുത്തു ഇങ്ങനെ പുലിയെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്യാമറ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. എന്താ പറയുക മിസ്റ്റർ തൊറാട്ട് ഡോറ് ഓപ്പൺ ചെയ്തു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ് അവർ ടൈഗർ എമേജ്ഡ് വിത്ത് എ ലൗഡ് റോർ ആൻഡ് ചാർജ്ഡ് സ്ട്രെയിറ്റ് അറ്റ് ദ വില്ലേജസ് ഗാദർഡ് ബിഹൈൻഡ് ദ ക്യാമറ. അതായത് ഈ കേജിൻ്റെ ഡോറങ്ങ് തുറന്നതും ഈ വലിയൊരു റോറോടുകൂടെ അതായത് വലിയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുലി എന്താക്കി പുറത്തേക്ക് ചാടിയിട്ട് നാട്ടുകാരെ നേരയിലേക്ക് ഓടി. ഓക്കെ ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 പീപ്പിൾ മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. അതായത് എന്താ പറയുക നാട്ടുകാർ എത്ര ഒരു 100-50 ആൾക്കാരുണ്ടായിരുന്നത് മാജിക്ക് പോലെയാണ് അവിടുന്ന് എന്താ അലിഞ്ഞു പോയത്. എന്താ പറയുക മാജിക്ക് പോലെ പെട്ടെന്ന് ആരെയും കാണുന്നില്ല. എല്ലാവരും പുലിനെ കണ്ടതും ഓടിക്കളഞ്ഞു. ഓക്കെ ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാംഡ് ഡൗൺ. അപ്പോൾ എന്താ പറയുക ഈ എനർജിയോടെ വന്ന പുലി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കാമായി വെരി ക്വിക്ക്ലി. അതായത് പെട്ടെന്ന് തന്നെ കാമായി. എന്നിട്ട് ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ് എന്താ ഒരു നല്ല അനുസരണമുള്ള കുട്ടിയെ പോലെ ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ സ്പോട്ടിലേക്ക് ഈ എന്താ പറയുക പുലി നടന്നു ചെന്നു. പേസ്ഡ് അബൌട്ട് ക്വിറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ്. എന്താ പറയുക മെല്ലെ നടന്നു എങ്ങനെയാണോ നടക്കേണ്ടത് അതേപോലെ നടന്നു. എന്നിട്ട് എന്താക്കി ട്രെയിനറുടെ അരിയത്തേക്ക് പോയി ഈ പുലി. ഓക്കെ ഇവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ഈ സമയത്ത് പുലി മാത്രമല്ല ക്യാമറയും നല്ലപോലെ പ്രവർത്തിച്ചു. വിച്ച് വി റിയലൈസ്ഡ് 2 days ആഫ്റ്റർ വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്. അപ്പോൾ ഇവർ കൽക്കട്ടയിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് കൽക്കട്ടയിൽ ചെന്നിട്ട് സീൻ നോക്കിയപ്പോൾ അതും ഓക്കെ ആയിരുന്നു. ഓക്കെ അപ്പോൾ ഇതാണ് ദ പ്രൊജക്ട് ടൈഗർ എന്ന കഥയിൽ ഇതാ പറയാനുള്ളത്. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പോൾ ശരി.